ഭാർഗവ, നിങ്ങൾ എന്ത് വിഡ്ഢിതമാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ആ SS നായരെ സ്വതന്ത്രനാക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളും അകത്താകും. ശിവരാമ, ശിവരാമ, നിങ്ങൾ ആ SS നായരെ സ്വതന്ത്രനാക്കും. അല്ലാത്ത പക്ഷം ഞാനാടാ. അപ്പു എടാ, ആ ഭൂപതി വന്ന് എന്നോട് പറഞ്ഞടാ ഈ SS നായരെ കെട്ടഴിച്ചു വിടാൻ. എന്റെ ഈശ്വര, എന്നോടും അയാൾ ഇത് തന്നെ പറഞ്ഞത്. ഇപ്പൊ എന്താ ചെയ്യണത്? നമുക്ക് ആ ഭാർഗവനോടും കൂടി ഒന്ന് ചോദിക്കാം, എന്നിട്ട് മതി ഇയാൾ അഴിച്ചുവിടാൻ. നീയായിരുന്നോ? എടാ, ആ ഭൂപതി. നീ ഒന്നും പറയണ്ട, ആ ഭൂപതി ഞങ്ങളുടെ അടുത്തും വന്ന് പറഞ്ഞു ഇയാൾ അഴിച്ചുവിടാൻ, അതല്ലേ? അതെ. ഇനിയൊന്നും നോക്കണ്ട, അയാളെ അഴിച്ചുവിടാൻ നോക്ക്. അതെ, എന്നെ രക്ഷിക്കാനായിട്ട് ഇപ്പോ ആരാ ഈ ഭൂപതി? എവിടുന്ന് വന്നു? ഇതിലെന്തോ ഒരു ചതിയുണ്ട്. അയാൾ ചതിയനോ വഞ്ചകനോ ഒന്നുമല്ല, സത്യമാണ്. ഇങ്ങനെ പോയാ 2 ദിവസത്തിനുള്ളിൽ നമ്മളകത്താവും. അയാളെ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഈ ദേവവിഗ്രഹം ഞാൻ കൊണ്ട് കുഴിച്ചിട്ടോളാം. ഈ കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എന്നാലും ആ ബോസും കൂട്ടർക്കും ഈ വിഗ്രഹം ഞാൻ വിട്ടുകൊടുക്കില്ല. ആ SS നായർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ആ ദേവവിഗ്രഹം ശ്രീകോവിൽ വെച്ച് പോന്നിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്തതിനേക്കാളും വലിയ പ്രശ്നമായെന്നെ. ഉദ്ദേശം ലക്ഷ്യസ്ഥാനം കണ്ടില്ലെങ്കിൽ കാലാകാല കുറ്റബോധം നമ്മളെ വിട്ടു പോവില്ല. വിഗ്രഹം വളരെ ഈസി ആയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ ഒരു സംശയം വേണ്ട, അവരതടിച്ചുണ്ടാവും, അതുറപ്പാ. ഇനി എന്താ ചെയ്യുക? എനിക്കൊരു എത്തും പിടി കിട്ടുന്നില്ല ഭഗവാനെ. നീ ഇങ്ങനെ നെർവസ് ആയാലോ? ഭഗവാൻ തന്നെ തോന്നിച്ചായിരിക്കും ആ വിഗ്രഹം അവിടെ വെക്കാതെ പോരാ. എടാ അപ്പു, ഇത്രയും നാൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു. അച്ഛനെ രക്ഷിക്കാനുള്ള തിടുക്കത്തിലാണെങ്കിലും നീ ഒറ്റക്കൊരു എടുത്തേട്ടം നടത്തി. അത് ഞങ്ങൾക്കെന്നല്ല, ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നിന്റെ IAS നഷ്ടപ്പെടുത്തരുത്. അത് നിന്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞങ്ങളുടെ ആഗ്രഹം ഈ ഭാഗ്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പറഞ്ഞതുപോലെ നമ്മൾ ഭൂപതിച്ചത് കാണുന്നു, പറ്റുമെങ്കിൽ അയാളുടെ കാലം പിടിക്കുന്നു. നാട്ടുകാർ പറയുന്ന പോലെ അയാൾക്ക് ഇത്ര സിദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ അറിഞ്ഞാൽ നമ്മളെ സഹായിക്കാതിരിക്കില്ല. ശരിയാ, നമ്മൾ ഭൂപതിയെ കാണുന്നു. സ്വാമി, ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുക, ഞങ്ങളെ രക്ഷിക്കണം. എല്ലാം ഞാൻ മനസ്സിലാക്കും. അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ സ്വാമി. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ അപമാനിക്കരുത്. ഒന്നും ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. ഒരു പ്രശ്നം വെക്കുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയുകയുമില്ല. മാപ്പ് തരണം സ്വാമി. മാപ്പ് തരാൻ ഞാൻ ആരുമല്ല. ഏത് കാരണം വെച്ച് നോക്കിയാലും മോഷണം മാപ്പർഹിക്കുന്ന കുറ്റവുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം സ്വാമി? നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കീഴടങ്ങണം. അതോടൊപ്പം SS നായരുടെയും അധോലോക സംഘങ്ങളുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുകയും സമയാസമയങ്ങളിൽ എന്നെ അറിയിക്കുകയും വേണം. വിഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ആ ബോസും കൂട്ടരും SS നായരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക സ്വാമി. സൂക്ഷിക്കണം. അവരെ വലയിലാക്കാനുള്ള പദ്ധതി വഴിയെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇനി ബോസും കൂട്ടരും നിങ്ങളെ അന്വേഷിച്ചു വന്നാൽ ഒരു നാടകം കൂടി നിങ്ങൾ അവരുടെ മുന്നിൽ ആടേണ്ടി വരും. തുടർന്നുള്ള നിർദ്ദേശങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കും. പിന്നെ നിങ്ങളെ രക്ഷിക്കുന്ന കാര്യം അത് ഞാൻ ഏൽക്കില്ല. ഭഗവാൻ തീരുമാനിക്കും.